സ്ത്രീ സമൂഹം ഉൾക്കൊള്ളാൻ, കാന്തപുരത്തെ ഉൾക്കൊള്ളാൻ കേരള രാജ്യത്ത് മലയാള ഭാഷ തിരിയുന്ന ഒരു സഹോദരി തയ്യാറാവുന്ന കാലത്തോളം അത് പറയാനുള്ള അവകാശം കാന്തപുരത്തിനുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട്. അവർ അത് പറയുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അത് തള്ളുന്നവർക്ക് തള്ളാം. അവരെ സ്വീകരിക്കാതിരിക്കുക എന്നതോ അവർ പറയാൻ പാടില്ല എന്ന് പറയുന്നതോ അത് പിന്തിരിപ്പൻ സമീപനമാണെന്ന് പറയുന്നതോ സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയുന്നതും ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല. അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നത് നിങ്ങളോ ഒന്നോ രണ്ടോ സ്ത്രീകൾ പറഞ്ഞതോട് കാര്യമില്ല. ഒരു സ്ത്രീ എങ്കിലും കാന്തപുരത്ത് അംഗീകരിക്കാൻ തയ്യാറാകുന്ന കാലത്തോളം കാന്തപുരത്തിന് അദ്ദേഹത്തിന്റെ മതധർമ്മം പറഞ്ഞുകൊണ്ടേയിരിക്കാം. ആ ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുമ്പോൾ ആ കോണിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെയാണ് ഒരു മതപരമായ കാര്യമാകുന്നത്? ഒരു തുറസായ സ്ഥലത്ത് സ്ത്രീയും പുരുഷനും വ്യായാമത്തിൽ ഏർപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ മതവിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ തന്നെ സ്ഥാപനങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. മറ്റ് പലയിടങ്ങളിലും ഇപ്പോൾ ഉംറ, മറ്റ് നമസ്കാരം, അതിനൊക്കെ പോകുന്ന ഇടങ്ങളിലും സ്ത്രീ പുരുഷർ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ സ്ത്രീകളും പുരുഷനും ഇടപെടുന്ന ഏറെ അവസരങ്ങൾ അല്ലാതെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വ്യായാമ ഇടത്ത് സ്ത്രീയും പുരുഷനും വന്നാൽ മതത്തിന് ചേർന്നതല്ല എന്ന ഒരു നിലപാട് അതൊരു യുക്തിക്ക് പോലും നിരക്കുന്നതല്ലല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉംറയ്ക്ക് പോകുന്നവരും ബസ്സിൽ കയറുന്നവരും ഹജ്ജിന് പോകുന്നവരും ട്രെയിൻ യാത്ര ചെയ്യുന്നവരും എങ്ങനെയൊക്കെ അവരുടെ ജീവിത ധാർമ്മികത പുലർത്തണം എന്ന് അവരോട് മതം പറയുന്നുണ്ട്. അത് പറയുന്നത് അംഗീകരിക്കാൻ ആ സ്ത്രീ സമൂഹത്തിന് ധാരാളം. ഈ ചാനലിൽ നിങ്ങൾ ഒരു സഹോദരി, ഒരു മുസ്ലിം വനിതാ സംഘടനയുടെ പ്രതിനിധിയെ കൊണ്ടുവന്നിരുത്തിയാൽ ധാർമ്മികത ഉൾക്കൊള്ളുകയും പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ചെയ്യുന്ന ധാരാളം സഹോദരിമാരുണ്ട്. ഞങ്ങളുടെ അറബി കോളേജ് കൊണ്ട് പഠിച്ചിറങ്ങുന്ന ധാരാളം സഹോദരിമാരുണ്ട്. അവരാരും ഇതിനെതിരെ പറയുന്നില്ല. അവർക്കൊക്കെ അത് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഉംറയ്ക്ക് പോകുന്ന സഹോദരിക്ക് എങ്ങനെ അവരുടെ സൂക്ഷ്മത പുലർത്തണമെന്ന് അവരോട് പറയുന്നുണ്ട്. എന്നാൽ കായിക പരിശീലനത്തിനോ വ്യായാമ മുറകൾക്കോ പോകുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കണമെന്നും അവരോട് നിർദ്ദേശങ്ങളുണ്ട്. അത് സ്വീകരിക്കാൻ വനിതകൾക്ക് തയ്യാറാകുന്ന ഏതെങ്കിലും വനിതകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അവരോട് പറയാനുള്ള ബാധ്യത മാത്രമേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലുള്ള പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളൂ. മൊത്തം എല്ലാ സ്ത്രീകളും ഉംറയ്ക്ക് പോകുന്നതും ബസ്സിൽ കയറുന്നതും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും കായികമേഖല പങ്കെടുക്കുന്നതും ഒക്കെ ഇങ്ങനെ വേണമെന്ന് എല്ലാ സഹോദരിമാരോടും ഈ മുസ്ലിം പണ്ഡിതന്മാർക്ക് നിർദ്ദേശമില്ല. അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്ക് സ്ത്രീകൾക്ക് ഉംറയ്ക്ക് പോകുമ്പോൾ ഇവിടെ ഉംറയ്ക്ക് പോവാതിരിക്കുന്ന ആളുകളും ഉംറ തന്നെ വേണ്ട എന്ന് പറയുന്നവരും ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഉംറ വേണമെന്നും എങ്ങനെ ഉംറയ്ക്ക് പോകണമെന്നും പറയുന്നവർക്ക് അതിന്റെ ധാർമ്മികമായിരിക്കുന്ന മര്യാദ പുലർത്താൻ സാധിക്കും. അവരോട് മാത്രമേ ഇതിന്റെ സംബോധനയുള്ളൂ, അവരോട് മാത്രമേ ഇതിന്റെ നിർദ്ദേശമുള്ളൂ. അതിനപ്പുറം ഇതിന് എഴുതാപ്പുറം വായിക്കേണ്ടതില്ല. അത് പറയാനുള്ള റൈറ്റ് ഭരണഘടന അവർക്ക് തരുന്ന കാലത്തോളം, ഇത് ഇന്ത്യ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാതിരിക്കുന്ന കാലത്തോളം അവർക്കത് പറയാനും അവരെ ഉൾക്കൊള്ളാനും ഈ സമൂഹത്തിന് അർഹതയുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് യുക്തിയാണ്. യുക്തിപരമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായിരിക്കുന്ന ചില മേഖലകളിൽ അത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇവിടെ സ്ത്രീ പൊതു ഇടങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആഭാസകരമായിരിക്കുന്ന ഡ്രസ്സ് ധരിക്കാനോ അതല്ലെങ്കിൽ ടൈറ്റ് പാന്റും ടൈറ്റ് ഷർട്ടും ധരിച്ചുകൊണ്ട് അവർ പുരുഷനുമായി മിങ്കിളായിക്കൊണ്ടുള്ള ആയോധന കലകളിലും അഭ്യാസമുറകളിലും ഏർപ്പെടുന്നതോ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം സ്ത്രീ വിരുദ്ധതയല്ല, അത് പുരുഷനോട് പറയുന്നുണ്ട്. അത്തരം വ്യായാമ മുറകൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്ന് പുരുഷനോട് പറയുന്നുണ്ട്. സ്ത്രീ ശരീരം തുറന്നു കാണിക്കുന്നു എന്നതായിരുന്നു വിമർശനം അദ്ദേഹത്തിന്റെ. സുൽഫത്ത് ഇടപെട ഇപ്പൊ എന്നോടാ ചോദിച്ചിട്ടുള്ളത്. അവർ തുറന്ന് പ്രകടിപ്പിക്കുന്നു എന്നല്ല, അതാരും വിമർശിച്ചിട്ടില്ല. കാന്തപുരം അത് പറഞ്ഞിട്ടില്ല. കാന്തപുരം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ അവരുടെ വാക്കുകൾ സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതൊന്ന് ഇതിൽ റിപ്ലൈ ചെയ്യൂ, അതിലൊന്ന് ഇതിൽ കാണിക്കൂ. സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു എന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞത്? അനാവശ്യമായ വാക്കുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നടത്താൻ പാടില്ല. നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം, പറയാത്ത കാര്യം പറയാൻ പാടില്ല. സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു എന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞത്? അതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഏത് കാന്തപുരത്തിന്റെ അങ്ങനത്തെ ഒരു വാക്ക് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. സ്ത്രീകൾ ശരീരം തുറന്നിടുന്നുണ്ട് എന്ന് കാന്തപുരം എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹത്തിന് വിളിച്ചു കെട്ടുന്നത് ശരിയല്ല. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു തെളിവ് പറയും.